ഓണാണ്, ഇന്ന് തിരുവോണാണ് കേട്ടോ. തിരുവോണത്തിന് പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ശ്രീകുട്ടനും ഭാഗ്യനും കൂടി ഇറങ്ങാണ്. നമുക്കിവിടെ ഇന്ന് ഇക്കൊല്ലം ഓണം വലിയ കാര്യമായിട്ട് ആഘോഷത്തിലില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ മണ്ണമ്പേട്ടയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. ചേച്ചി ചേട്ടനെ അങ്ങോട്ട് എത്തും. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് വൈകിട്ടുണ്ടായിരുന്നു, രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിടന്ന് അടിപൊളിയായിട്ട് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ മണ്ണമ്പേട്ടയ്ക്ക് അച്ഛൻ്റെ അമ്മേരെ അടുത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഓണത്തിന് മണ്ണമ്പേട്ടയ്ക്ക് പോയില്ല, എല്ലാവരും ഇവിടെയാണ് കൂടിയിട്ടുണ്ടായിരുന്നത്. ഇക്കൊല്ലം നമ്മൾ വിളിവരൊരുക്കി മണ്ണമ്പേട്ടയ്ക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബിലേറ്റഡ് ഹാപ്പി ഓണം ആശംസിക്കുകയാണ്. നമുക്ക് മണ്ണമ്പേട്ട പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ആവാന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ പുതിയ ഓടക്കോടി കൊടി കൊടി. പാൻറ് ഇട്ടിട്ടില്ല എന്ന് തോന്നൂല്ലേ, പക്ഷെ പാൻറ് ഉണ്ട് കേട്ടോ. അത് ഭയങ്കര മറ്റേ എന്താ പറയാ സിൽക്കി സ്കിന്നി ആയിട്ടുള്ള സംഭവം. ഇവിടെയൊക്കെ ഇത്തിരി ലൂസ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നല്ല കംഫർട്ടബിൾ ആണ്. ഒരു ഓണം വൈബൊക്കെ ഉണ്ടല്ലേ. അപ്പൊ നമുക്കിനി മണ്ണമ്പേട്ടെത്തിയിട്ട് കാണാം. നമ്മള് വീട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ രമേശേട്ടനും രഘുവേട്ടനും അതുപോലെ തന്നെ നമ്മുടെ പത്മനാഭനൊക്കെ വന്നത്. അപ്പൊ അവർക്ക് ഓണക്കോടി കൊടുക്കണം. ഹാപ്പി ഓണം പറയേ. ഹാപ്പി ഓണം. ഇത് പത്മനാഭേട്ടൻ നമ്മള് ഒരു വർഷമായില്ലേ നമ്മുടെ കൂടെ പണിക്ക് തുടങ്ങിയത്. ആള് നമ്മുടെ വാഴ കൃഷിയിലൊക്കെ ഭയങ്കരമായിട്ട് സജീവമായി പ്രവർത്തിക്കുന്നത് നമ്മുടെ വാഴയുടെ ഒക്കെ പിന്നിലുള്ള ആളാണ് രഘുവേട്ടൻ. ആളാണ് പുലി. ഹാപ്പി ഓണം രഘുവേട്ടാ. അല്ല എനിക്ക് രഘുവേട്ടനല്ലേ, പപ്പേട്ടനും രഘുവേട്ടനും. ഭാഗ്യമില്ലെങ്കിലും എന്റെ രണ്ട് വലം കൈകളായിട്ട് ഇവിടെ എപ്പോഴും ഉണ്ടാവും. എപ്പോ വിളിച്ചാലും എത്തുന്ന രണ്ടാൾക്കാരാണ് കേട്ടാ. രമേശ് ചേട്ടനുണ്ട്. അപ്പൊ ഹാപ്പി ഓണം. ഹാപ്പി ഓണം പറയും. അങ്ങനെ നമ്മളിത് ആ വാതിലൊക്കെ പൂട്ടി ഇന്നത്തെ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണമ്പേട്ടയ്ക്ക് ഇറങ്ങാണ്. എല്ലാ കൊല്ലം ഇവിടെയാണ് കൂടാറുള്ളത്. ഈ കൊല്ലം കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ചേച്ചി അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടേ. അപ്പൊ നമുക്കിനി മണ്ണമ്പേട്ട തിരി കാണാം കേട്ടോ. അമ്മ ബാഗ് എടുക്കും. ഇവിടെ ഓണം ഉണ്ടായിരുന്നു കേട്ടോ. അതെ, നമ്മള് മണ്ണമ്പേട്ടെത്തി. ഇപ്പൊ ഇവിടെ ഓണുണ്ട്. ഇവിടെ ഇരിക്കാ. കാരണം ഞങ്ങളുടെ നാട്ടിലെ തൃക്കാക്കരപ്പന എല്ലാ വീട്ടിലും എല്ലാ കൊല്ലം നമ്മുടെ വീട്ടിലെ തൃക്കാക്കരപ്പന ഉണ്ടാവാറുണ്ട്. കൊല്ലം നമ്മുടെ തൃക്കാക്കരപ്പന ഒന്നും വെച്ചില്ലായിരുന്നു. അമ്മ ഇന്നലെ പാതിരാത്രി വന്ന് അല്ല എത്ര മണിയായി ഓണം വെച്ച് അടുത്തതായി അച്ഛൻ നമുക്ക് വേണ്ടി ഓണപ്പാട്ട് പാടുന്നതാണ്. ഓണക്കോടി ഒന്ന് കാര്യമായിട്ട് അമ്മ അച്ഛന് മുണ്ട് മാത്രം എടുത്തോളാം, ഷർട്ടായിട്ടായി എടുത്തു എന്ന് പറഞ്ഞു. പുരിയച്ചാ ഇത് മുടി നാളായിട്ടുണ്ടാവും ഇരിക്കുന്നത്, കൊല്ലങ്ങളായിട്ടുണ്ടാവും. നമുക്ക് അമ്മനെ കാണാല്ലേ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഓണം. വീട്ടില് നമ്മളൊന്നും ഉണ്ടാക്കിയില്ലേ. പുട്ട് ഇവിടെ വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞു കേട്ടോ. ഉച്ച പറയിക്കുമ്പോഴാണ് ഞാൻ പുട്ട് കഴിക്കാൻ പോകുന്നത്. എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് എന്തെങ്കിലും എരിവുള്ളതൊക്കെ വേണം. ചേച്ചി ഇപ്പൊ വരും. ഭാഗ്യമുള്ള പഴം കറിയൊന്നും വെച്ചിട്ടില്ല പറഞ്ഞിട്ടേ. ഞങ്ങളുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഓണായി പ്രാവശ്യം വയ്യ തീരെ. അത് കാരണം അത്തം തൊട്ട് തുടങ്ങിയ മോള് പറഞ്ഞൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരാ. മാളിനോട് പറഞ്ഞു ഉണ്ടാക്കണ്ട. ചെറുതായി വരെ വയസ്സാവും തോറും വയസ്സായപ്പോ മുളക് കണ്ടില്ലേ ഇങ്ങനെ പപ്പടങ്ങച്ചാ മോൾക്ക് കഴിക്കാനേ. ഞാൻ പുട്ട് കഴിച്ചിട്ട് വരാം. പുട്ട് കഴിച്ചിട്ട് വേണം. ഈ രണ്ടാൾ കൊണ്ട് തന്നെ ഓണപ്പട ഇല്ലല്ലോ. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. മാമ വിളിച്ചിട്ടുണ്ടായിരുന്ന കാലത്ത് ശരി ഞായറാഴ്ച അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ലിപ്സ്റ്റിക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. ലിപ്സ്റ്റിക് ഒക്കെ എല്ലാത്തിനും ഇഷ്ടമാണ്. വയസ്സാകുമ്പോഴാവല്ലോ അതൊക്കെ പറഞ്ഞു തുടങ്ങി. ഒക്കെ എന്റെ മോളാട്ടോ ഇതൊക്കെ പഠിപ്പിച്ചത്. വീട്ടിലെത്തിയപ്പോ നമുക്ക് പുട്ടും അതുപോലെ തന്നെ പഴം ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അച്ഛനും അമ്മയും ഇതുപോലെ തന്നെ വൈകുന്നേരം ലേറ്റ് ആയിട്ടാണ് കിടന്നതൊക്കെ. അപ്പൊ വലിയ കാര്യമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കലൊന്നും ഉണ്ടായിരുന്നില്ല. ചേച്ചി എല്ലാം കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തർ ഓരോ വശത്തേക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കടയിലത്തെ തിരക്കിന്റെ ക്ഷീണേ.
എനിക്ക് വർത്തമാനം പറയാൻ ആരും ഉണ്ടായില്ല. ഞാൻ അപ്പോൾ ടി വിയിൽ പൂക്കാലം മൂവി കണ്ടിരുന്നു. നമ്മുടെ വിജയരാഘവൻ സാറിൻ്റെയും ബാക്കിയുള്ള എല്ലാവരുടെയും അടിപൊളി അഭിനയം. ദാ ഭാഗ്യൻ ഓണക്കച്ചവടം കഴിഞ്ഞ് കിടന്നുറങ്ങണ ഒരുക്കാണത്. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നിങ്ങളിത് കാണും. അങ്ങനെ ചേച്ചിയും ചേട്ടനും വന്നിട്ടുണ്ട്. ചോറ് വന്നേ, ചോറും കൂട്ടാനും വന്നേ, ഞങ്ങളുടെ ചോറും കൂട്ടാനും വന്നേ. ഹാപ്പി ഓണം. അങ്ങനെ നമ്മൾ 8 അംഗ സംഘം ഒന്നിച്ചു കൂടിയിരിക്കുകയാണ് ഈ പ്രാവശ്യത്തെ ഓണം. നമ്മുടെ മണ്ണമ്പേട്ട അച്ഛനോടും അമ്മോടൊപ്പം കൂടാൻ വേണ്ടിയിട്ട് ചേച്ചിയാണ് കേട്ടോ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അമ്മ ചോറ് വെച്ചു, ഞാൻ പായസം കടയിൽ നിന്ന് എടുപ്പിച്ചു. അങ്ങനെ കോൺട്രിബ്യൂഷനോട് കൂടിയിട്ടുള്ള ഈ പ്രാവശ്യത്തെ ഓണം നമ്മുടെ ഇലയിൽ എത്തിയിട്ടുണ്ട്. ചോറ്, മീൻകറി, അവിയൽ, പയറുപ്പേരി, ഇസ്റ്റു, നമ്മുടെ ഇവിടെ മസാലക്കറി എന്ന് പറയില്ലേ അത്, അച്ചാർ അമ്മിട്ടതായിരിക്കും കേട്ടോ. പിന്നെ സാമ്പാർ, പായസം. അങ്ങനെ മീൻകറി എന്ന് പറയുന്നത് മീനല്ല, നമ്മൾ മറ്റേ ഒരു സംഭവത്തിൽ ഇങ്ങനെ വെക്കില്ലേ മീനിടാതെയുള്ള മീൻകറി, അതാണ്. പിന്നെ മോരുകറി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. ഈ അച്ചാർ എന്ന് പറയുന്നത് പലതരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ പ്ലേറ്റിലാണ് എല്ലാം നിരത്തിയിരിക്കുന്നത്, അച്ഛൻ്റെ വാഴയിലയിൽ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കഴിക്കുന്ന ഒരാൾ അച്ഛനാണ്. ബാക്കിയുള്ളവരൊക്കെ ഓരോ സ്ഥലത്ത് ബാക്കി വയ്ക്കും. പിന്നെ ഓരോ കറികളൊക്കെ വേണ്ടാന്ന് പറയും. അച്ഛൻ അങ്ങനെയൊന്നുമില്ല, അച്ഛനെല്ലാം ചലാക്കിയാണ്. ഇവിടെ നമ്മുടെ അതിഥി ഭാഗ്യൻ ഇരിക്കുന്നുണ്ട്. അതിഥികൾക്കല്ല നമ്മൾ മേശാമ കൊടുക്കാറുള്ളത്. ആക്ച്വലി ഭാഗ്യനെ നിലത്തിരിക്കാൻ കൂടില്ല എന്ന് പറഞ്ഞപ്പോൾ അന്നാ പിന്നെ അവിടെ ഇരുന്നോട്ടെ എന്നായി. ഓരോരുത്തർക്ക് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലല്ല ഭക്ഷണം കഴിക്കേണ്ടത്. ഭാഗ്യനെ ആരും നിർബന്ധിച്ചില്ല, ഭാഗ്യനെ അവിടെ ഇരുന്നു. അങ്ങനെ ഭാഗ്യന് ചോറ് കൊടുത്തു, ഭാഗ്യന് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം കഴിച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ വല്ലൂർക്ക് മടങ്ങാനുള്ള ഒരുക്കത്തില്ല. പാലട സാധ്യ ഒക്കെ കഴിഞ്ഞു. ഓലക്കീറും വെള്ളത്തുണി അത്ര വയറ് പറഞ്ഞിട്ട് എല്ലാവരും പാലടയായിരുന്നു കേട്ടാന്നു. തികയണ്ടല്ലേട്ടാ, ഈ പാത്രത്തിലത്തെ കഴിഞ്ഞു. ഇവിടെ കടയിൽ നിന്ന് കൊണ്ടുവന്നതാ. എല്ലാവർക്കും ഹാപ്പി ഓണം. ഇനി ഒന്ന് വെള്ളത്തുണി വേണ്ട, ഇതൊക്കെ ഒന്ന് ഒതുക്കിയാ മതി. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം നമ്മുടെ ചെടിത്തോട്ടത്തിലൊക്കെ കറങ്ങി തിരിഞ്ഞ് നടന്ന് അമ്മ കടയിൽ നിന്ന് വന്നിട്ടാണ് കേട്ടോ ഇവയൊക്കെ പരിപാലിക്കുന്നത്. ഞാൻ ആലോചിക്കാറുണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ ഇത് പറ്റണമെന്ന്. സൂപ്പർ വുമണാണെന്ന് നമ്മുടെ അമ്മ. അപ്പൊ നമുക്ക് ഇനി ഓണപ്പുടവ കൊടുത്താലോ? ഓണപ്പുടവ വിതരണം പായസം കുടിച്ച് കിക്കായിട്ട് കഴിയുന്നു. അച്ഛന് ഞാൻ മേടിച്ചിരിക്കുന്നതാണ്. അച്ഛൻ പ്രത്യേകം പറഞ്ഞിരുന്നതാണ് മോളെ ആശ്രമ കള്ളിമുണ്ട് മേടിക്കണേന്ന്. കള്ളിമുണ്ടല്ല, അച്ഛന് 2 ഷേഡ്. ഇതൊക്കെ ശരിക്കാവട്ടെ ക്യാമറ. മാഫിയാണ് വേണ്ടിയ തന്നെ പകാവോ നോക്കിയാ പപ്പയ്ക്ക് ചെണ്ടി വേണ്ടി പപ്പ എപ്പിട്ട് കാണിക്കുന്നതാണ്. അപ്പൊ അച്ഛനോട് പകാവോ നോക്കിയാ ഇപ്പൊ കുറച്ച് ലൂസായാലും കുഴപ്പമില്ല, വലുതാവും വിടാം പപ്പയ്ക്ക്. കൂടില്ല എന്ന് പറയുന്നത് ഞാനെല്ലാവരും ശരി ബാഗിനാണ്. ഞാൻ എന്റെ അമ്മയ്ക്ക് മേടിച്ചിരിക്കുന്നു. മാഷ ആൻഡ് ദ ബെയർ. പപ്പയ്ക്ക് കൊടുക്ക്. പപ്പയുടെ ഓണക്കൊടി. അവിടെ ഏറ്റവും വലിയ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നമ്മുടെ വീടായിരിക്കും അല്ലേ. അതാണ് ഇത്രയ്ക്കധികം ബഹളയും കാര്യങ്ങളൊക്കെ. ആക്ച്വലി ഞങ്ങൾ ഇങ്ങനെയൊന്നല്ല കേട്ടോ, ഇതിനേക്കാൾ അലമ്പാണ്. അങ്ങനെ ഓണക്കോടി ഇനി ചേച്ചിയുടെ വക. വന്നതിന് പകരം 4 കുഞ്ഞിന് എനിക്കിതിരി ഷേപ്പ് അടിക്കണം മാത്രം. ഈ കളർ തന്നെയാണ്.
ഇതിപ്പോ എന്റെ അടിയിൽ ഏതിട്ടാലും കുഴപ്പമില്ല. അതിന്റെ അടിയിലൊക്കെയാണ് വെറൈറ്റി മജന്ത ഒക്കെ ഇട്ടിട്ട് വരികയാണ്. അതിന്റെ ഇടയില് മജന്ത പാന്റും പച്ച ഷാളും. ചേച്ചി ഡെയിലി ഏട്ടായിയുടെ കൂടെ കടയിൽ പോകുന്ന കാരണം കൊണ്ടേ കടയിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടോപ്പുകൾ നീ വലിയ വിലയൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 3 ടോപ്പ് വില കുറവിൻ്റെ എടുത്തു കൊടുത്തതാണ് കേട്ടോ. അത്രയ്ക്ക് വിലയൊന്നും ആയിട്ടില്ല അതിനെ ചേച്ചിക്ക് ഡെയിലി ഇടാൻ വേണ്ടിയിട്ട്. പണ്ട് ചേച്ചി തയ്ച്ചത് മാത്രമേ ഇടാറുണ്ടായിരുന്നുള്ളൂ, അത് ഏട്ടായി തയ്ച്ചു കൊടുക്കായിരുന്നു കേട്ടോ. ഏട്ടനും പിന്നെ അച്ഛനൊന്നും ഷർട്ടൊക്കെ അവർ തന്നെയാണ് തയ്ക്കുക. അവർ തന്നെ തയ്ച്ച് ഒരു പ്രത്യേക സ്റ്റൈലിലാണ് അവരുടെ ഷർട്ട് തയ്പ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർക്കൊന്നും എടുത്തില്ല നമ്മള്. ഭാഗ്യം ഞാൻ തന്നെ ലക്ഷ്മിക്ക് കൊടുത്തു നമ്മുടെ കടയിലത്തെ. പക്ഷെ ഇവിടെ വൈറ്റ് എംബ്രോയിഡറി എന്ന് മാത്രം വീഡിയോയില് കാണാത്. അങ്ങനെ ഓണക്കോടികൾ ചേച്ചിയുടെ വശത്ത് നിന്നുള്ളതാണിത്. അമ്മയ്ക്ക് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലത്തിലൊരിക്കലൊക്കെ ഒരു ഓണക്കോടി എടുത്തു കൊടുക്കുക, ആൾക്ക് സർപ്രൈസ് കൊടുക്കുക. ആൾ എൻ്റെ ഒരു കാറ്റഗറി ഒക്കെയാണ് കേട്ടോ. ഈ രുചികളുടെ കാര്യത്തിൽ ഞാനും അച്ഛനും ഒരേ ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ കുറേ സ്വഭാവങ്ങൾ അമ്മയുടെ കാര്യത്തിൽ എനിക്കും കിട്ടിയിട്ടുണ്ട്. ചേച്ചി വെച്ചിട്ടുണ്ടെങ്കിൽ പക്ക ഒരു അച്ഛൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പല്ലൂർക്ക് പോകുന്ന വഴിക്ക് ചിക്കൻ ഷവായി ഒക്കെ മേടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. ഓണത്തിൻ്റെ അന്ന് ആരെങ്കിലും ചിക്കനൊക്കെ കഴിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാ ഇവിടെ കഴിക്കുന്നു വേണമെങ്കിൽ പറയാം. ഉച്ചയ്ക്ക് മാത്രമാണ് സദ്യ ഉണ്ടാവുള്ളൂ. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വിഭവങ്ങളൊക്കെ കൂട്ടി ഒരു പാർട്ടി വൈബാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ദിവസത്തെ ഓട്ടപ്പാച്ചിലുകളൊക്കെ ഒതുക്കി വെച്ചിട്ട് ഒന്ന് ഫ്രീ ആവുന്ന ദിവസമാണ്. അപ്പോൾ നമുക്കിനി വല്ലൂർ എത്തിയിട്ട് കാണാം. മുതൽ വൈകുന്നേരം ഓണത്തിൻ്റെ ഞങ്ങളുടെ ഭാഗ്യം സിനിമയ്ക്ക് പോയിട്ടാ. ഭാഗ്യം ലോക കാണാൻ പോയി കൂട്ടുകാരോടൊപ്പം. അൽഫാം, ചിക്കൻ്റെ പാർട്സ്, കൊക്ക് 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 എനിക്ക് കുഞ്ഞതൊക്കെ ശ്രീകുട്ടനോട് കൊക്ക് കൊക്ക്. കുടുംബമുള്ള കുടുംബത്തോടൊപ്പം ഒരു കുട്ടി ഓണം, അടിപൊളി ഓണമായിരുന്നു. ഇളയമ്മയും എല്ലാവരും ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടാവും. ചേച്ചിമാരൊക്കെ ആക്ച്വലി 2-3 ദിവസമായിട്ട് അവരെല്ലാവരും കുഞ്ഞുവാവി ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. ഞാൻ ഇളയമ്മേനെ കണ്ടിട്ടില്ല. ഇനി കഴിഞ്ഞിട്ട് വേണം, ഓണമൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നാളത്തെ വിശേഷമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. അത് ഈ വ്ളോഗിൽ തന്നെ കാണാം കേട്ടോ. കാലത്ത് എണീറ്റ് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ചേച്ചി ദാ മുറ്റൊക്കെ അടിച്ചു വരുന്നതാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ശബ്ദം കേൾക്കും കേട്ടോ. ഇന്ന് നമ്മുടെ ഓണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം എന്നാ പറയാം, ഓണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസത്തിന് രണ്ടോണമാണ്. അപ്പോൾ ഇവിടെ അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, അവിട്ടം ദേ വരുന്ന ഒരാൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ചേച്ചി ഇവിടെയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി അടുക്കള പണികളൊക്കെയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒരു ഭാവനുള്ള ഗായ്സ്. അപ്പൊ അമ്മ നിന്ന് ഇവിടെ പുല്ലൊക്കെ പറിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം വീട്ടിൽ എല്ലാവരും ഉള്ള ഒരു ദിവസമാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കാൻ പോകുന്നത്. ഓണം എങ്ങനെയുണ്ടായിരുന്നു എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ. നമുക്കങ്ങനെ ഓണത്തിൻ്റെതായ നമുക്ക് പിന്നെ ഓണം വന്നിട്ടുണ്ടെങ്കിൽ കടയിലോണാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടവും തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. പിന്നെ നമ്മൾ മണ്ണമ്പട്ടയ്ക്ക് പോയി, അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നു എല്ലാവരും. ചേച്ചിക്കും അമ്മ മരിച്ച കാരണം കൊണ്ട് ഓണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിൽ അടിപൊളിയായിട്ട് ആഘോഷിച്ച് എല്ലാവരും കൂടി ഇരുന്ന് ചർച്ചകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ച് വൈബായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഓണം ഇതോട് കൂടെ അവസാനിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്നും നാളെയാണ് നമുക്ക് ഓണം കേട്ടോ. കാരണം ഉച്ചരിഞ്ഞ് ഇവിടെ നമ്മുടെ വലിയൊരു ഓണത്തിൻ്റെ പരിപാടികളുണ്ട്. നാളെ മാമൻ്റെ ഉടക്കും പോകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. കേട്ടിട്ട് കുറെ നാളായി. ഞാനിപ്പോ അധികം അങ്ങനെയൊന്നും ചെയ്യാറില്ല. വീഡിയോസുകൾ വളരെ കുറവാണ് വരുന്നത്. പലരും എന്നോട് ചോദിച്ചിന്റെ വീഡിയോസുകൾ വളരെ കുറവാണല്ലോ. തിരക്കും പിന്നെ പ്രായത്തിന്റെ ഒക്കെ ആവാൻ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറവാണ്, വല്ലപ്പോഴൊക്കെ ഇടുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ ഇന്ന് അവിട്ടം മോളുടെ അടുത്താണ്. ഇന്നലെ വന്നുട്ടാ ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന്. അതൊക്കെ മോളുടെ വീഡിയോയിൽ നിങ്ങൾ കാണും. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തി. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പൊ ഇനി നാളെ നമ്മള് മാവിൻ്റെ ഉടക്കില്ല മോനെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഇല്ലെന്ന് പറഞ്ഞു. നാടൻ പരിപാടികളൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞു. അത് നമ്മുടെ മണ്ണമ്പട്ടയിലും ഉണ്ട്. എവിടത്തെങ്കിലും ഒരെണ്ണല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇവിടെ കാണാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ കുറച്ച് കഴിയുമ്പോൾ തുടങ്ങും വടംവലി കാര്യങ്ങളൊക്കെ. എനിക്ക് നാടൻ പരിപാടികൾ കാണാൻ തന്നെയാണ് നല്ല ചിരിയല്ലേ. നമ്മുടെ നാട്ടുകാർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാലോ. ആ ഒരു ഇതില് ആ ഒരു മൂഡ് നല്ലതാ.
അല്ലാണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള മറ്റുള്ള കളികളെ ആകുമ്പോ എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഇതിലെല്ലാവർക്കും പങ്കെടുക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ 2 ദിവസം തുടങ്ങാണ്. അപ്പൊ അതിലേക്ക് നമുക്ക് പോവാം. അപ്പൊ എന്തിനാ ചക്ക ഇടാൻ പോണ്ട നമുക്കിവിടെ ചക്കയുണ്ട് കേട്ടാ. ചക്കയുണ്ട് ത്രൂ ഔട്ട് നമുക്ക് ചക്ക കിട്ടും. അത് കാരണം ചക്ക ഉണ്ടെന്ന് പണ്ട് കഴിയില്ല. എന്റെ മോള് സുജമോൾക്ക് പിന്നെയും കൊണ്ടുകൊടുക്കുമ്പോക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വെക്കില്ല. ഞാനും കഴിഞ്ഞ ദിവസം ചക്ക ഉണക്കി ചേച്ചിക്ക് കൊണ്ടുപോയി. ഞാൻ കാണിച്ചായിരുന്നു. ചക്ക അത് പഴുത്തതല്ലേ മോനെ? പഴുത്തത് പച്ചയെ പൊട്ടിച്ചോണ്ട് വന്നേ. ഇവിടെ ഇരുന്ന് പഴുത്തപ്പോ ചേച്ചിക്ക് കൊണ്ടുപോയതാ. നല്ല മധുരം ഉണ്ടായിരുന്നു. എനിക്ക് കഴിക്കാൻ അവിടെ കൊണ്ടുവന്ന് കടയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാട്ടോ കൊണ്ടുപോയത്. പക്ഷെ കഴിക്കാനൊന്നും സമയം ഉണ്ടായില്ല. നല്ല തിരക്കിലായിരുന്നു ഞങ്ങളുടെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഒട്ടും നേരം ഉണ്ടായില്ല. അപ്പൊ അവിടേക്ക് വന്നവർക്കൊക്കെ കാണാം നമ്മുടെ തിരക്കുകളും കാര്യങ്ങളൊക്കെ. അപ്പൊ ചക്ക നോക്കാം ഉണ്ടമ്മാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പോയി നോക്കുമ്പോഴറിയുള്ളത് പഴുത്തതാണോ പച്ചയാണോ ഉള്ള കാര്യമൊക്കെ ഉണ്ടോന്നല്ല അറിയാം. ചിലപ്പോ അറിയില്ലേ. ഭാഗ്യനാണെങ്കിൽ പിന്നെ അറിയും. ആ വഴിക്കൊക്കെ പോണതാ. മോൾ അങ്ങനെ അങ്ങോട്ട് ഇത്തിരി പറമ്പിലേക്കൊന്ന് ഇറങ്ങിപ്പോക്ക് കുറവാണേ. അപ്പൊ നമുക്ക് നോക്കാലോ മോനെ പോയിട്ട്. നോക്കിയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന 2-3 ആളുണ്ടല്ലോ. പെട്ടെന്ന് വെട്ടി നന്നാക്കാൻ സമയം അധികം വേണ്ട. 2 ഓണത്തിന്റെ വിഭവങ്ങൾ എന്തിട്ടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തലേദിവസത്തെ മോര് കൂട്ടാനും ഇഞ്ചമ്പുളി നാരങ്ങ അതൊക്കെ ബാക്കിയില്ലാവുള്ളൂ. അതൊക്കെ ഒരു 4 ഓണം വരെ ബാക്കിയില്ലാവും. അത്രയ്ക്കധികം വിൽക്കുവേ. അപ്പൊ അതൊന്നും കേടാവാത്ത സാധനങ്ങളാണല്ലോ. പിന്നെ 2 ഓണത്തിന് സ്പെഷ്യൽ എന്തിട്ടാ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കഴിക്കുന്ന സാധനങ്ങളാട്ടോ ഉദ്ദേശിച്ചത്. ചിക്കൻ വെക്കുക, പോർക്ക് വെക്കുക, പറ്റാവുന്ന ഇറച്ചി മീനൊക്കെ വെക്കും ആൾക്കാര്. പണ്ട് കാലത്ത് അങ്ങനെയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് സമൃദ്ധിയായിട്ട് വേണ്ടേ. അപ്പൊ അതില് ഏതൊക്കെയാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നാടൻ കോഴി അതൊക്കെ പ്രാധാന്യ പണ്ടത്തെ ഉള്ളവർക്ക്. നാടൻ കോഴീനെ എന്തായാലും 2 ഓണത്തിന് കൊല്ലാൻ എല്ലാ വീടുകളിലും നിർത്തിയില്ലാവും. അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ്. അപ്പൊ உங்களுக்கு ഇവിടെ എന്തിട്ടാണാവും മക്കളെ? ഉണക്കമീൻ വറക്കാൻ പോവാത്. മതിയായി കഴിച്ചിട്ട് ഓരോന്ന്. ഇന്നലെ വൈകുന്നേരമായിപ്പോ എന്തോ മന്തി എന്തോ സാധനങ്ങളൊക്കെയാണ് കഴിച്ചത്. കാട പൊരിച്ചത് അതൊക്കെ. അപ്പൊ മതിയായി. അപ്പൊ ഇന്ന് എന്തോ നല്ല മരക്കായ ഉപ്പേരി വെച്ചിട്ടുണ്ട് ചേച്ചി. ഇവിടുത്തെ പാത്രങ്ങളൊക്കെ ചേച്ചി കാലത്ത് തന്നെ ചേച്ചി കാലത്ത് തന്നെ അടിച്ചു വാരലും തുടക്കലും പരിപാടികളൊക്കെ ആയി. ഇപ്പൊ നല്ല സ്രാവ്. നമ്മള് ഉണക്കമ്മീൻ വറുത്തതും പരിപ്പ് കുത്തി കാച്ചതും മതി. അധികം തിന്നാ അതല്ല. ഇവിടെ മോനാണ് വാങ്ങിച്ചോണ്ടേ. മോൻ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ള ശീലത്തിൽ കുറവാൾക്ക് വേണ്ട. എന്തോരം തിന്നാൻ പറ്റും. കേടാവുന്ന സാധനമല്ല. ഇന്ന് നമുക്ക് തൃശ്ശൂർ സ്പെഷ്യലി പറഞ്ഞ പോലെ തന്നെ ഉണക്കമീൻ വറുത്തതും പരിപ്പ് കുത്തി കാച്ചിയതും ഒരു മുട്ട പൊരിച്ചതാണ് കേട്ടോ. പിന്നെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തലേദിവസം തന്നെ നമ്മുടെ ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചി മരക്കായ ഉപ്പേരി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഉപ്പേരിയൊക്കെ വെച്ചു. ഇന്നത്തെ ദിവസം ഇനി സാധാരണ പോലെ ഇങ്ങോട്ട് പോകട്ടോ. വല്ലൂർ കുറച്ച് വിശേഷങ്ങൾ, വല്ലൂർ കുറച്ച് ഓണാഘോഷത്തിന്റെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഓണത്തിനിട്ട ഡ്രസ്സുകളും പിന്നെ കുറച്ച് ദിവസം കടയിലല്ലായിരുന്നു. അപ്പോൾ കടയിലേക്കുള്ള ഡ്രസ്സുകളൊക്കെ അലക്കാണ്ടായിരുന്നു. ചേച്ചി അതിനതായി പരിവാക്കുന്നുണ്ട്, വൃത്തിയാക്കുന്നുണ്ട്. നമ്മുടെ കുളമൊക്കെ വെറ്റിച്ചപ്പോൾ അവിടെ നിന്ന് പിടിച്ച മീനാന്ന് തോന്നുന്നു കേട്ടോ. ഭാഗ്യൻ കുറച്ചധികം ദിവസമായി അത് ഫ്രിഡ്ജിലിരിക്കുന്നു. ചേച്ചി അതിനൊരു ശാപമോചനം കൊടുത്തു. ഇത് വല്ലൂർക്ക് ഏട്ടായി ഒല്ലൂർക്ക് പോകും. ഒല്ലൂരാണ് ചേച്ചിയുടെ വീടുള്ളത് കേട്ടോ. അപ്പോൾ ഒല്ലൂർക്ക് പോകും. അവിടെ ചേച്ചിമാരൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേച്ചിമാർക്ക് കൊണ്ടുപോകാനായിട്ടുള്ള നാത്തൂൻ ചേച്ചിമാർക്ക് കൊണ്ടുപോകാനായിട്ടുള്ള കൊപ്രയൊക്കെ അച്ഛൻ ഒടിച്ചു വെക്കുക. ചേച്ചിമാർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ നിന്ന് പപ്പക്കായും സംഭവങ്ങളൊക്കെ ആയിട്ട് ഏട്ടായി ഇന്ന് തന്നെ അങ്ങോട്ട് തിരിച്ച് മടങ്ങും. അപ്പോൾ അമ്മയും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ മീൻ നന്നാക്കാൻ. എനിക്ക് ഒന്നാമത്തെ ലീവ് നന്നാക്കാൻ ഭയങ്കര മടി. ഒരു പ്രത്യേക സ്മെല്ലല്ലേ. അപ്പം അമ്മയും ചേച്ചിയും വരികയാണെങ്കിൽ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ സേവനമാരാണ് മൊത്തത്തിൽ. എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. എന്നോട് പറയും ഉണ്ണി അവിടെ ഇരുന്നോ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണെന്ന്. അത്രയും തിരക്ക് പിടിച്ച ആ ദിവസത്തിൽ നിന്ന് റിലാക്സ് ആയി എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞൊരു വൈബ് അടിച്ചിട്ടുള്ള ഒരു ദിവസം. ഞങ്ങൾ പിന്നെ പെണ്ണുങ്ങൾ കൂടിയേ പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അപ്പം ഏട്ടായി പോവാൻ നിൽക്കുക. ഷോപ്പിൽ തിരക്കുണ്ട്, ഓണത്തിരക്കുകൾ. പിന്നെ ചിങ്ങമാസല്ലേ, കല്യാണ മാസല്ലേ, പേട്ടന് നല്ല തിരക്കുണ്ട്. അങ്ങനെ
നമുക്കൊന്ന് ഉണക്കമീൻ വറക്കാം, അതുപോലെ തന്നെ പരിപ്പ് കുത്തിക്കാച്ചാം, ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം. അമ്മ തൊട്ടപ്പുറത്ത് അമ്മ ആടലോടൊക്കെ കഷായം ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. ചക്ക പൊട്ടിക്കാനുണ്ട്. പിന്നെ ഇവിടുന്ന് ഉച്ച തിരിഞ്ഞിട്ട് നമുക്ക് പരിപാടി ഓണാഘോഷ പരിപാടികളാണല്ലോ, അതിന് പോകാനുണ്ട്. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും വേണ്ട, വൈകുന്നേരത്തേക്ക് ഡിന്നറൊന്നും ഉണ്ടാക്കണ്ട. നമുക്ക് ഓൾറെഡി നമ്മുടെ അമ്പലത്തിൽ ഡിന്നറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നും ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്ന എനിക്ക് ഇന്ന് കുറച്ച് ഇരകളൊക്കെ കിട്ടിയിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല മൊരിഞ്ഞ ദോശ, പിന്നെ ഇന്നലത്തെ സാമ്പാർ, അതിൻ്റെ ഒപ്പം തന്നെ അവിയൽ ബാക്കിയുണ്ടായിരുന്നു, മോരുകറി ബാക്കിയുണ്ടായിരുന്നു, മസാലക്കറി ബാക്കിയുണ്ടായിരുന്നു. ഇനി കുറച്ച് ദിവസത്തേക്ക് കറികളൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ചക്ക പൊട്ടിക്കാൻ പോവാനി. അങ്ങനെ അടുക്കള പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പറമ്പിലേക്ക് ഇറങ്ങാണ്. അച്ചവിടെ വന്നൊക്കെ നടന്നു പോയി നോക്കി. ദേ കണ്ടോ ഓറഞ്ച് ഉണ്ടായി നോക്കണം അമ്മേ, അഴുക്കല്ലമ്മ. ദേ ഓറഞ്ച് നിറച്ചുണ്ടായി. ചക്ക കാട്ടി കൊതിപ്പിക്കുകയാണോ ശ്രീത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചക്ക നമ്മുടെ വീട്ടിലുണ്ട്, ധാരാളം ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. പഴുത്തു തുടങ്ങിയിട്ടുണ്ട്, പച്ചയുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ ത്രൂ ഔട്ട് വർഷം ചക്ക കഴിക്കാൻ പറ്റും. ആയുർചക്ക നിറച്ച് വെച്ച് പിടിപ്പിച്ച് വെക്കണ കാരണം കൊണ്ടാണ് കേട്ടോ. നല്ല കാന്താരിയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് പൊട്ടിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ചക്കയ്ക്ക് വലിയ വലിപ്പമൊന്നുമില്ല. ദാ ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു ചക്കകളാണ്. 2 എണ്ണമൊക്കെ ഇട്ടാലാണ് നമുക്ക് ഇങ്ങനെ ഉപ്പേരിയൊക്കെ ആയിട്ട് കഴിക്കാനൊക്കെ പറ്റുള്ളൂ. പക്ഷേ ചക്ക തന്നെ ഈ ഒരു സമയത്ത് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അത്ഭുതമല്ലേ. അപ്പോൾ ആയുർചക്ക ആരെങ്കിലും മേടിച്ച് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 250 രൂപയാണ് ഈ തൈക്ക് വരിക. മണ്ണുത്തികളിൽ എല്ലാ ഷോപ്പുകളിലും കിട്ടും. അതുപോലെ തന്നെ ഈ കാന്താരിയൊക്കെ ഇട്ടിട്ടൊരു നല്ല അടിപൊളി എരിവുള്ള ചക്ക കൂട്ടാനും നല്ല മധുരത്തോട് കൂടിയിട്ടുള്ള കട്ടൻ ചായയും. എൻ്റെ മുന്നിൽ നിന്ന് 4 മണിക്ക് ഞാൻ കലക്കും മക്കളെ. ഞങ്ങൾ ആ പരിസരത്ത് ഒരു മനുഷ്യജീവിനും കാണാണ്ടായപ്പോഴേ ഭാഗ്യം പറമ്പിലേക്ക് അന്വേഷിച്ചിട്ട് വന്നതാ, പുതിയ മുണ്ടു ഷർട്ടൊക്കെ ഇട്ടിട്ട്. ആളെന്ന് അമ്പലത്തിൻ്റെ അവിടുത്തെ പരിപാടിക്ക് എന്തായിന്ന് നോക്കാൻ വേണ്ടി പോകുന്ന തിരക്കില്ലായിരുന്നു കേട്ടോ. അച്ഛൻ്റെ ഒരു കുഞ്ഞ് ചക്ക കൊണ്ടുപോകണു, അതിൻ്റെ മുമ്പിൽ കുഞ്ഞനൊരു കുഞ്ഞ് ചക്ക കൊണ്ടുപോകണു. ഇവിടെ നമ്മൾ അരുവത്തായിട്ട് കുറേ അധികം എക്സോട്ടിക് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വൃത്തിയിലായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നടക്കുന്നത്. അങ്ങനെ ചക്ക വെട്ടിയിട്ടുണ്ട്. ഇനി ചേച്ചി അമ്മയും കൂടി അത് വൃത്തിയാക്കിക്കോളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് അരിഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട, നീ പോയി നിൻ്റെ പരിപാടികൾ ചെയ്തു എന്ന് പറഞ്ഞു. എൻ്റെ പരിപാടികൾ എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്യുന്നത്, ഷൂട്ട് ചെയ്യുന്നതൊക്കെ ആയിരിക്കും. എനിക്ക് കുറച്ച് പ്രൊഡക്റ്റുകളുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് ഞാൻ പതുക്കെ ആ ഒരു ഏരിയയിലേക്ക് അങ്ങോട്ട് മടങ്ങി. അപ്പോൾ ചക്ക ഇനി ചേച്ചിയും അമ്മയും കൂടി ഇരുന്ന് നന്നായി വൃത്തിയാക്കട്ടെ. അച്ഛൻ പറഞ്ഞു ഞാനത് തിന്ന് സഹായിക്കാമെന്ന്. ചക്കയുടെ കുരുട്ടിട്ടാണ് കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ നമ്മുടെ അവിടെ ഉപ്പേരി വെക്കുക എന്ന് പറയും. അതായത് ചക്ക ഉപ്പേരി വെക്കുക, അതായത് മെഴുക്കുവരട്ടി വെക്കണ പോലെ വെക്കുന്നതിന് നമ്മൾ കുത്തി കാച്ചുന്ന ഒരു പരുവത്തിൽ അതിനെയാണ് പറയുക ചക്ക ഉപ്പേരി വെക്കുക എന്നുള്ളത് കേട്ടോ. ഇതിൻ്റെ ചക്ക എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചുളകൾ ഉണ്ടാവുള്ളൂ, പക്ഷെ ചുളയ്ക്ക് നല്ല കട്ടിയായിരിക്കും. നമുക്ക് 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം നല്ല പ്ലേറ്റിൽ കിട്ടും കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് അവിടെ കുറച്ച് ഇഞ്ചി ഉണ്ടല്ലോ, മാങ്ങ ഇഞ്ചി, മാങ്ങയുടെ മണമുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് നടാ ഉണ്ണിയെന്ന് പറഞ്ഞു. അച്ഛൻ എന്നെ ഉണ്ണിയെന്നാണ് വിളിക്കുക. നമ്മൾ മേടിച്ചു കൊണ്ടുവന്ന അവക്കാഡോ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരു ഞാൻ നട്ടുട്ടാ. അങ്ങനെ ഉണ്ടായതാണ് ഈ ഒരു അവക്കാഡോര മരം. ഇതിപ്പോൾ എത്ര നാളതിൻ്റെ വെച്ച് ഇവിടെ വെച്ചിട്ട്? 6 മാസം. അത്രയ്ക്ക് വലുതായി കണ്ട. അച്ഛൻ ഇവിടെ എന്തോ പരിപാടിയില്ല. നമ്മുടെ ഇവിടെ പറമ്പിൽ തന്നെ വലിയൊരു ആനപ്പാറയുണ്ട്. എന്നിട്ട് അച്ഛൻ പരിപാടി മുന്നേ കൊടുത്ത പുല്ല് ചേച്ചി കുഴപ്പമാകും. അത് കഴിഞ്ഞ് എന്നിട്ട് വറുത്ത് മഞ്ഞള് ഇഞ്ചി ഇല്ലേ അച്ഛാ? വറുത്ത് മഞ്ഞളും കസ്തൂരി മഞ്ഞളും മറ്റേ ഇഞ്ചിയും മാങ്ങാഞ്ചിയും പിന്നെ സാധാരണ മഞ്ഞളും കുറച്ച് ഇഞ്ചിയും കൂടി കിട്ടിയാൽ നല്ലതായിരുന്നു അച്ഛാ. കാൽസ്യം അവിടെ ഉണ്ടോ ചോദിക്കട്ടെ ഇഞ്ചി? നമ്മുടെ അവിടെ ഉണ്ടാ? ഇത് അച്ഛൻ വെച്ചതാ. ഇതിനെന്താ അച്ഛൻ പറഞ്ഞ? അച്ഛൻ വെറുതെ കുഴി കുത്തിയിട്ടതാ. അവിടെ ഒരു ഇതിൽ നിൽക്കണ്ടായിരുന്നു, ഒരു ചെടിച്ചട്ടിയില്. അത് വെറുതെ കുഴി കുത്തി അത് വിട്ടതാ. പക്ഷെ അത് അത്രയും വലുത് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല അച്ഛാ. അപ്പോ അതപ്പോഴാ പറക്കിയത്. ഇത് നീ കരിഞ്ഞു പോകുന്നുണ്ടല്ലേ? വേനൽക്കാലത്താ പറക്കിയാണ്. ആ പൂവല്ല അച്ഛൻ പൊട്ടിച്ച് നമ്മള് ഇതുമ്മ വയ്ക്കാം. അച്ഛൻ വരുമ്പോഴാണ് പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് ഈ വക പരിപാടികളൊക്കെ ചെയ്യുക. കാടൊക്കെ കാടല്ല, കാട് ഓൾറെഡി ആണ്. നമ്മുടെ വീടൊക്കെ കാട് പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. വീടിന്റെ ചുറ്റും അച്ഛൻ അവിടെയൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? മഞ്ഞൾ നടാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കൊരു കുഞ്ഞു മഴ വന്നോടോ. അതിന്റെ അല്ലേ അച്ഛാ? ഇതാണ് ഇപ്പോഴും ഇതിനെ നമ്മള് എന്താ പറയാ മാതൃകയാക്കിക്കൊണ്ടാണ് നമ്മുടെ എക്സ്റ്റൻഷൻ, നെയിൽ എക്സ്റ്റൻഷൻ നമ്മൾ സൃഷ്ടിച്ചത്.
അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലൊരു മെഷീൻ കിടക്കണ്ടായിരുന്നു. ഇതെനിക്ക് ഏട്ടായി കൊണ്ടുവന്നിട്ട് തന്നതാണ്. എന്തെങ്കിലുമൊക്കെ അടിക്കണമെങ്കിൽ അടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എനിക്കിത് നൂലിടാൻ പോലും അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ചേച്ചി വന്ന് അത് തയ്യാറാക്കുന്ന തിരക്കിലാണ്, ശരിയാക്കുന്ന തിരക്കിലാണ്. അപ്പോഴേക്കും നമുക്ക് പോയിട്ട് അച്ഛൻ്റെ കൂടെ ഇതൊക്കെ നട്ടിട്ട് വരാം. അതായത് ഇഞ്ചിയും മഞ്ഞളും അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളും കൂടെ നട്ടിട്ട് വരാം. ഇതിങ്ങനെ വാരം കോരിയിട്ട് അച്ഛൻ എത്ര പെട്ടെന്നല്ല ചെയ്തേ, വാരം കോരിയിട്ട് ചെറിയ ചെറിയ ചതുരൻ കുഴികൾ എടുത്തിട്ടുണ്ട് അച്ഛൻ. ഇത് എന്താണ് ഇങ്ങനെ ശോഷിച്ച അവസ്ഥയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 1.5 കൊല്ലം മുന്നൊക്കെ മണ്ണൂത്തിന്ന് മേടിച്ചത് ഓർമ്മയുണ്ടാ? ഞാൻ പല വ്ളോഗിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. മണ്ണൂത്തിന്ന് നമ്മൾ വിത്ത് മേടിക്കാൻ പോകുമ്പോൾ അവിടെ ഈ വക സംഭവങ്ങളൊക്കെ മേടിക്കാൻ കിട്ടുന്നു. അന്ന് മേടിച്ച് വെച്ചിട്ടേ എൻ്റെ റാക്കിൻ്റെ അടിയിലിരിക്കുന്നുണ്ടായിരുന്നത്. ആക്ച്വലി ഞാനത് മറന്നു പോയിട്ട് അവിടെ ഇരിക്കണ കാര്യം. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മുടെ ഓണത്തിൻ്റെ ഭാഗമായിട്ട് വൃത്തിയാക്കി ഇപ്പോൾ കിട്ടിയതാണത്. അപ്പോൾ പിന്നെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ അത് നട്ടുതരുമോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവിടെ വരുമ്പോൾ നട്ടുതരാന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ ഓർത്ത് വെച്ച് അത് നട്ടതാണ് കേട്ടോ. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ അതുമ്പോൾ നിറച്ച് മുളയൊക്കെ വന്ന് അതിൻ്റെ ഉള്ളിൽ നിറച്ച് മാങ്ങാഞ്ചിയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അച്ചാറിടാം കേട്ടോ. അപ്പോഴേക്കും ചേച്ചി നമ്മുടെ ഈ ഒരു മെഷീൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് തന്നെ അത് മടിക്കാലോ, എൻ്റെ കീറിയ വസ്ത്രങ്ങളൊക്കെ തുന്നാലോ. ഈ മെഷീൻ മിന്നിങ് കൊടുക്കാം. ഇപ്പോഴത്തെ മെഷീൻ എനിക്കെല്ലാം കൊടുക്കാറില്ല. 10,000 ഓട്ടുണ്ട്. ചേച്ചി നമ്മുടെ വീട്ടിൽ തമ്മ അത് ഇതേപോലെ തന്നെ. അങ്ങനെ നമ്മുടെ മെഷീനൊക്കെ റെഡിയായി സക്സസ് ആയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചേച്ചി കുറച്ച് പുതിയ ഡ്രസ്സുകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ചേച്ചിയല്ല, ഞാനിവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഡ്രസ്സുകൾ ശരിയാക്കാനായിട്ട് ചേച്ചിയുടെ കയ്യിൽ കൊടുത്തുകൂടാന്ന് വിചാരിച്ചത്. പക്ഷെ അത് ചേച്ചി എനിക്ക് ഇവിടെ തന്നെ മെഷീൻ റെഡിയാക്കിയിട്ട് ഇതുമ്പോൾ തന്നെ റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ഉച്ചരിഞ്ഞ് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മുടെ അമ്പലത്തിൽ, ചെമ്പലങ്കാട് ഭഗവതി ക്ഷേത്രത്തിൽ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടിയല്ല, ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഒരുക്കണ ഒരു ഓണപ്പരിപാടിയാണ്. അതിനുവേണ്ടി പോകാൻ നിൽക്കുകയാണ് കേട്ടോ നമ്മൾ. ഞാൻ മുടി വെട്ടിയിട്ട് എൻ്റെ നാട്ടുകാരൻ എൻ്റെ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എന്ത് ആൾക്കാർ ഞെട്ടുന്നു തോന്നുന്നു. ഇറങ്ങാൻ നിൽക്കട്ടെ എല്ലാവരും, വായോ പോവാ. ഒരു 50 മാന ഉണ്ടാവും. ഇപ്പൊ പോയ കാണാം. ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ നമുക്ക് അമ്പലത്തേക്ക്. നമ്മുടെ വീടിന്റെ ചുറ്റും കാടാണെന്ന് ചോദിക്കണവരോട് അല്ല, വീടിന്റെ ബാക്ക് സൈഡിലാണ് നമുക്ക് കാടുള്ളൂ. വീടിന്റെ ഫ്രണ്ടിൽ ഒരുപാട് വീടുകളും, അത് ഒരുപാട് വീടുകൾ എന്ന് പറയാനില്ല, നമുക്കിവിടെ കൃഷിയാകാറുണ്ട്, കൃഷിഭൂമിയും അതോടൊപ്പം തന്നെ വീടുകളും ഉണ്ട്. കണ്ടോ, ഈ വഴിക്കൊക്കെ നിറയെ വീടുകളുണ്ട് കേട്ടോ. ഇന്നലെയൊക്കെ മഴയുണ്ടായിരുന്നു, മഴയൊന്നുമില്ല. നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് പോണ്ട് കേട്ടാ. പൊരിവെയിലാന്ന് നമ്മളവിടെ എത്തിയപ്പോഴേക്കും പരിപാടികളൊക്കെ തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ. വട്ടക്കളി ഉണ്ടല്ലോ നമ്മുടെ തൃശ്ശൂരൊക്കെ ഇങ്ങനെ കണ്ടുവരുന്ന, ഇപ്പൊ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു വട്ടക്കളി. അതാണ് മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന രീതിയിൽ നമ്മുടെ പന ഒരു തരം ഈത്തപ്പന പോലത്തെ ഒരു സംഭവമാണ്. അതുകൊണ്ട് സ്റ്റേജൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ പഞ്ചഗുസ്തി മത്സരം, കസാരോട്ടം, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചും കൂടി നല്ല പരിപാടികളൊക്കെ അടുത്ത വർഷം കണ്ടക്ട് ചെയ്യാനായിട്ട് ചേട്ടന്മാരോട് പറയണം. ഈ പാളയിലൊക്കെ കെട്ടി പിടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. വൈകുന്നേരമാണ് വട്ടക്കളി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത്. അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ ഉണ്ട്. ശ്രീ എന്താ പങ്കെടുക്കാത്തത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉള്ള ആൾ, ഇതിൽ കയറി ഇനി കുഴഞ്ഞു വീണ അവർക്ക് ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പങ്കെടുക്കാണ്ടിരുന്നത്. പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല തിരക്കിലായിരുന്നല്ലോ, ഈ ഓണവും ഫോട്ടോഗ്രാഫിയുടെ ക്ലാസ്സും ഒക്കെ ആയിട്ട്. പിന്നെ പാട്ട് മുഴുവൻ ആഡ് ചെയ്യാണ്ടിരുന്നത് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും കേട്ടോ, അത് കാരണം കൊണ്ടാണ്.
നമ്മൾ ഭക്ഷണം കഴിച്ചു കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് അവിടെ അപ്പുറത്ത് നിന്ന് തുള്ളിയില്ലേ, ആ തുള്ളിയിട്ട് ഇറങ്ങിയപ്പോൾ ഉള്ള കോല കുറേ നാളെയില്ലേ ഡാൻസ് കളിച്ചിട്ട് കുഞ്ഞിൻ്റെ കിടന്ന് കൂടെ ആ ഒരു വൈബിനുള്ള ആളെ കിട്ടിയപ്പോൾ അവിടെ കിടന്ന് ഡാൻസ് കളിച്ചു. എൻ്റെ പൊന്നീ വിശർത്ത് പോയാണ്ടായിടൂ, തലയിലൊക്കെ മുടിയൊക്കെ കൊട്ടി അതുപോലെ കളിച്ചു. അപ്പോൾ നമുക്ക് ഇനിയും വീട്ടിൽ പോവാം. നമ്മുടെ ട്യൂബ് ലൈറ്റിൻ്റെ താഴത്തെ. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ഒരു ഓണാഘോഷം എന്ന് പറയുന്നത്. കുറച്ച് വൈകിട്ടാണ് വീഡിയോ വന്നത്, എങ്കിലും നിങ്ങൾ കാണുന്നു പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. സ്നേഹപൂർവ്വം ശ്രീജ.